കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ: എറണാകുളം, മലപ്പുറം. കുറവ് താലൂക്കുകളുള്ള ജില്ല: വയനാട്. കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല: മലപ്പുറം. കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല: വയനാട്. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല: എറണാകുളം. ഏറ്റവും കുറവ് നഗരസഭകളുള്ള ജില്ല: വയനാട്. കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല: തൃശൂർ. കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല: വയനാട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതലുള്ള ജില്ല: മലപ്പുറം. കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല: എറണാകുളം. ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട ജില്ല: എറണാകുളം. ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ ജില്ല: പാലക്കാട്. പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല: തൃശൂർ. ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല: തിരുവനന്തപുരം. മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല: മലപ്പുറം. ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല: എറണാകുളം. നദികൾ കൂടുതലുള്ള ജില്ല: കാസർഗോഡ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ താലൂക്ക്: നെയ്യാറ്റിൻകര. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ താലൂക്ക്: മഞ്ചേശ്വരം. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം: പാറശാല. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം: മഞ്ചേശ്വരം. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം: തിരുവനന്തപുരം. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം: കാസർഗോഡ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത്: പാറശാല. കേരളത്തിലെ വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത്: മഞ്ചേശ്വരം. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്രാമം: കളിയിക്കാവിള. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമം: തലപ്പാടി. ഏറ്റവും വലിയ താലൂക്ക്: ഏറനാട്, മലപ്പുറം. ഏറ്റവും ചെറിയ താലൂക്ക്: കുന്നത്തൂർ. കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക്: കോഴിക്കോട്. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക്: മല്ലപ്പള്ളി, പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ്: കണ്ണൻദേവൻ ഹിൽസ്, ഇടുക്കി. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ്: മ്ലാപ്പാറ, ഇടുക്കി. ഏറ്റവും ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ: തിരുവനന്തപുരം. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ: തൃശൂർ. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത്: മൂന്നാർ. ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്: ഇടമലക്കുടി, ഇടുക്കി. വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത്: കുമളി, ഇടുക്കി. വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്: വളപട്ടണം, കണ്ണൂർ. കേരളത്തിലെ ഏക കന്റോൺമെന്റ്: കണ്ണൂർ. കേരളത്തിലെ ഏക ടൗൺഷിപ്പ് ആയിരുന്ന ഗുരുവായൂർ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയാണ്. കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത്: ഇടമലക്കുടി, ഇടുക്കി. 1956 കേരളം രൂപീകരിക്കപ്പെടുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5. അത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ എന്നിവയായിരുന്നു.
ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഏത്? കാസർഗോഡ്. രൂപം കൊണ്ടത് 1984 മെയ് 24. കേരളത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 7. കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളുടെ എണ്ണം 2. തിരുവനന്തപുരവും പാലക്കാടും. കേരളത്തിൽ റെയിൽവേ പാത ഇല്ലാത്ത ജില്ലകൾ: ഇടുക്കി, വയനാട്. റെയിൽവേ സ്റ്റേഷനുകൾ കൂടുതലുള്ള ജില്ല: തിരുവനന്തപുരം. കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല: പത്തനംതിട്ട. പത്തനംതിട്ടയിലെ റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയിലാണ്. കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല: കാസർഗോഡ്. ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത്: പോത്തുകൽ, മലപ്പുറം. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല: ആലപ്പുഴ. വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി: തൃപ്പൂണിത്തറ. വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി: ഗുരുവായൂർ. പോസ്റ്റ് ഓഫീസ് വഴി നികുതി അടയ്ക്കുവാൻ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം: കേരളം. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഗ്രാമീണ ബാങ്ക്: കേരള ഗ്രാമീൺ ബാങ്ക്. ആസ്ഥാനം മലപ്പുറം.